ചോദ്യം 1. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളി ആരാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളി ആരാണ്? ഉത്തരം TN ശേഷൻ. ചോദ്യം 2. കേരളത്തിൽ എത്ര പേരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത്? കേരളത്തിൽ എത്ര പേരാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത്? ഉത്തരം 3. ചോദ്യം 3. രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് ആരാണ്? രാജൻ കേസ് മൂലം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട നേതാവ് ആരാണ്? ഉത്തരം K. കരുണാകരൻ. ചോദ്യം 4. കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിച്ച വ്യക്തി ആരാണ്? കേരളത്തിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് സമർപ്പിച്ച വ്യക്തി ആരാണ്? ഉത്തരം ഈച്ചര വാര്യർ. ചോദ്യം 5. രാജൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ രാജൻ്റെ പിതാവായ ഈച്ചര വാര്യർ രചിച്ച പുസ്തകത്തിൻ്റെ പേര്? രാജൻ കേസിൻ്റെ പശ്ചാത്തലത്തിൽ രാജൻ്റെ പിതാവായ ഈച്ചര വാര്യർ രചിച്ച പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഒരച്ഛൻ്റെ ഓർമ്മക്കുറിപ്പുകൾ. ചോദ്യം 6. പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കുന്ന സമയത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം K. കരുണാകരൻ. ചോദ്യം 7. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? ഉത്തരം AK ആൻ്റണി. ചോദ്യം 8. ഇന്ത്യൻ പ്രസിഡൻ്റായ മലയാളി ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റായ മലയാളി ആരായിരുന്നു? ഉത്തരം KR നാരായണൻ. ചോദ്യം 9. രാജ്യസഭ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? രാജ്യസഭ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം KR നാരായണൻ. ചോദ്യം 10. രാജ്യസഭ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരായിരുന്നു? രാജ്യസഭ ഉപാധ്യക്ഷനായ ആദ്യ മലയാളി ആരായിരുന്നു? ഉത്തരം MA ജേക്കബ്. ചോദ്യം 11. കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളത്തിലെ രണ്ടാമത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം K. കരുണാകരൻ. ചോദ്യം 12. തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും 1996 ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരാണ്? തൊഴിലില്ലായ്മ വേതനവും ചാരായ നിരോധനവും 1996 ഏർപ്പെടുത്തിയ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം AK ആൻ്റണി. ചോദ്യം 13. കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണ്? കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായ ആദ്യ കേരള മുഖ്യമന്ത്രി? ഉത്തരം AK ആൻ്റണി. ചോദ്യം 14. കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രി ആരാണ്? കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ ഏക കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം AK ആൻ്റണി. ചോദ്യം 15. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളി ആരാണ്? ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മലയാളി? ഉത്തരം AK ആൻ്റണി. ചോദ്യം 16. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഉത്തരം CH മുഹമ്മദ് കോയ. 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ്? 2 തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ. ചോദ്യം 18. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി ആരാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ മലയാളി ആരാണ്? ഉത്തരം VR കൃഷ്ണയ്യ. ചോദ്യം 19. സുതാര്യ കേരളം എന്ന പദ്ധതി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി ആരാണ്? സുതാര്യ കേരളം എന്ന പദ്ധതി നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ഉമ്മൻചാണ്ടി.
ചോദ്യം 20. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേര്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയുടെ പേര് എന്താണ്? ഉത്തരം ടച്ചിങ് ദ സോൾ. ചോദ്യം 21. ഏറ്റവും കുറച്ചുകാലം ഭരിച്ച മന്ത്രിസഭ ഏതാണ്? ഏറ്റവും കുറച്ചുകാലം ഭരിച്ച മന്ത്രിസഭ ഏതാണ്? ഉത്തരം കെ. കരുണാകരൻ മന്ത്രിസഭ. 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം കെ. കരുണാകരൻ. ചോദ്യം 23. മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് ആരാണ്? മാളയുടെ മാണിക്യം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ. കരുണാകരൻ. കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാവാം. ചോദ്യം 24. വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് എന്നാണ്? വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചത് എന്നാണ്? ഉത്തരം 2025 ജൂലൈ 21. ചോദ്യം 25. വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം സമരം തന്നെ ജീവിതം. ചോദ്യം 26. 2021 പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കാശിത്തുമ്പയ്ക്ക് വി എസിനോടുള്ള ആദരസൂചകമായി നൽകിയ പേര് എന്താണ്? 2021 പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കാശിത്തുമ്പയ്ക്ക് വി എസിനോടുള്ള ആദരസൂചകമായി നൽകിയ പേര് എന്താണ്? ഉത്തരം ഇംബേഷ്യസ് അച്യുതാനന്ദിനി. ചോദ്യം 27. 2028 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? 2028 ഒളിമ്പിക്സ് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? ഉത്തരം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. ചോദ്യം 28. അവസാനമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? അവസാനമായി ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച മലയാളി. ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ചോദ്യം 29. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം മഹാകവി ജി ശങ്കരക്കുറുപ്പിന് 1965 അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ചോദ്യം 30. കൊഴിഞ്ഞ ഇലകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ചോദ്യം 31. രാജ്യത്തെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ നിയമനിർമ്മാണ സഭ ഏതാണ്? ഉത്തരം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ചോദ്യം 32. ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഇന്ത്യയുടെ പെലെ എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഉത്തരം IM വിജയൻ. ചോദ്യം 33. ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി വനിത ആരാണ്? ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യത്തെ മലയാളി വനിത ആര്? ഉത്തരം KM ബീനാമോൾ. ചോദ്യം 34. ജലത്തിൻ്റെ പൂരം എന്നറിയപ്പെടുന്നത്? ജലത്തിൻ്റെ പൂരം എന്നറിയപ്പെടുന്നത്? ഉത്തരം ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ചോദ്യം 35. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം? വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം എന്നാണ്? ഉത്തരം 2009. ചോദ്യം 36. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. ചോദ്യം 37. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രദേശത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേര്? വയനാട് ദുരന്തത്തിൽ പ്രദേശത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സൈന്യം നിർമ്മിച്ച പാലത്തിൻ്റെ പേര്? ഉത്തരം ബെയ്ലി പാലം. ചോദ്യം 38. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിന് ഇന്ത്യൻ പതാക ഏന്തിയ മലയാളിയായ ഹോക്കി കളിക്കാരൻ? പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിന് ഇന്ത്യൻ പതാക ഏന്തിയ
മലയാളിയായ ഹോക്കി കളിക്കാരൻ ആരാണ്? ഉത്തരം PR ശ്രീജേഷ്. ചോദ്യം 39. തിരുവിതാംകൂറിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? തിരുവിതാംകൂറിലെ അവസാനത്തെ വനിതാ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം റാണി ഗൗരി ലക്ഷ്മിബായ്. ചോദ്യം 40. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അറബിക്കടൽ. ചോദ്യം 41. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം കൊച്ചി.